നിർമ്മാണ പ്രവൃത്തി കൊണ്ടും കാലപ്പഴക്കം കൊണ്ടും ഏകദേശം 1000 വർഷം പഴക്കം വരുന്ന ഒരു ക്ഷേത്രം. ഗോശാലയുള്ള കൃഷ്ണക്ഷേത്രങ്ങളെ പറ്റിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഗോശാലയുള്ള ഒരു മുരുകക്ഷേത്രത്തെ പറ്റി പറയാനുണ്ടോ ഇന്നത്തെ വീഡിയോ. ഞാനിപ്പോൾ ഉള്ളത് ചേര രാജാക്കന്മാരുടെ കാലത്തുണ്ടായിരുന്ന ഒരു ക്ഷേത്രത്തിലാണ്. രാജകീയ പ്രൗഢിയിലുള്ള ബാലസുബ്രഹ്മണ്യൻ ഒരു കുന്നിന്റെ മുകളിൽ ഏകനായിട്ടിരിക്കുന്ന ഒരു ക്ഷേത്രം. മഹർഷി ഭോഗർ ഈ ക്ഷേത്രത്തിന്റെ ദൈവിക ചൈതന്യത്തിന്റെ ഒരു അംശം പളനിയിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചു എന്നാണ് പറയപ്പെടുന്നത്. വട്ട ശ്രീകോവിലുള്ള മുരുകക്ഷേത്രങ്ങൾ വളരെ കുറവാണ്. അതിൽ തന്നെ ഏറ്റവും വലിപ്പമുള്ള ഒരു ക്ഷേത്രമുണ്ട്. മലയാള ലിപി വരുന്നതിന് മുന്നുള്ള വട്ടയെഴുത്തുള്ള കല്ലുകളും അതേപോലെ മഹാക്ഷേത്രങ്ങളിലുള്ള സപ്തമാലകളിലുള്ള കരിങ്കൽ കൊത്തുപണികളൊക്കെ നമുക്ക് ഇവിടെ വരുമ്പോൾ കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ സുബ്രഹ്മണ്യൻ ബ്രഹ്മാവിനായിട്ടുള്ള യുദ്ധം വിജയിച്ചുകൊണ്ട് ബാലരൂപത്തിൽ രാജകീയ പദവിയോടുകൂടിയാണ് ഇവിടെ ഇരിക്കുന്നത്. വളരെ പ്രത്യേകതകളുള്ള ഈ ക്ഷേത്രം തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്ത് ചെമ്മണ്ട എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ വരും ദിവസങ്ങളിൽ ഇവിടെ വലിയൊരു യാഗം നടക്കാൻ പോവുകയാണ്. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ശ്രീ ലക്ഷ്മി നൃസിംഹ ധന്വന്തരി മഹായ. ലക്ഷ്മി എന്നുള്ളത് എല്ലാവർക്കും ധനം സമൃദ്ധി ഉണ്ടാവണം. ധനം, ധാന്യം, സമ്പത്ത്. പിന്നെ നൃസിംഹം, ചൊവ്വയുടെ ദേവതയാണ് നൃസിംഹം. യോഗതയാണ് ധന്വന്തരി നമുക്ക് പ്രദാനം ചെയ്യുന്നത്. അതുകൊണ്ട് ഡേറ്റ് എന്നായിരുന്നു നമ്മുടെ വരുന്നത്? മെയ് മാസം 18 മുതൽ മെയ് മാസം 21 വരെ. 18-ാം തീയതി സാംസ്കാരിക സമ്മേളനമാണ്. 19 മുതലാണ് നിയർമ്മങ്ങൾ ആരംഭിക്കുന്നത്. ഇതൊക്കെ കേട്ടില്ലേ? ഇത്രയും അധികം ചരിത്ര പ്രാധാന്യമുള്ള ഒരു മണ്ണാണ് ഇവിടെ. ഇവിടെ ഇത്രയും വലിയൊരു യാഗമാണ് നടക്കാൻ പോകുന്നത് വരും ദിവസങ്ങളിൽ. അപ്പോൾ യാഗത്തിൽ പങ്കെടുക്കാനായിട്ട് എല്ലാവരും എത്തിച്ചേരുക. ഇതേപോലുള്ള യാഗങ്ങൾ വളരെ റെയറായിട്ടാണ് സംഭവിക്കുന്നത്. വരാൻ പറ്റാത്ത ആളുകൾക്ക് സങ്കല്പ രീതിയിലുള്ള പൂജാരീതികളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വെബ്സൈറ്റിലൂടെ ധർമ്മയുഗം.com എന്ന് പറയുന്ന വെബ്സൈറ്റ് ഉണ്ട്, അത് സന്ദർശിച്ച് അതിൽ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഫോണിൽ വിളിച്ചിട്ടോ നിങ്ങൾക്ക് വഴിപാടുകൾ വേണ്ടത് ബുക്ക് ചെയ്യാം.